പെട്ടെന്നല്ലേ അടുത്ത ഇൻഡിപെൻഡൻസ് ഡേ ആയത്. ഇനിയിപ്പോൾ സ്കൂളിൻ്റെ കാര്യം നോക്കേ വേണ്ട. ക്യൂസ് കോമ്പറ്റീഷനായി, ഫ്ലാഗ് ഡ്രോയിങ് കോമ്പറ്റീഷനായി, ഇനിയിപ്പോൾ നോക്ക് തന്നെ വേണ്ട അല്ലേ. അപ്പോൾ കുട്ടികൾക്ക് നല്ല അടിപൊളിയായിട്ട് റിയലിസ്റ്റിക് ആയിട്ടൊരു ഫ്ലാഗ് വരയ്ക്കുന്നത് പഠിപ്പിച്ചെന്നാലോ. ഇത് ആദ്യം തന്നെ ഈ കാണുന്ന പോലെ വരച്ചെടുക്കുക. ഇനി അതിൻ്റെ രണ്ട് സൈഡ് ഞാൻ റബ്ബ് ചെയ്യുന്നത് നമുക്ക് ഫ്ലാഗ് ഒന്ന് പാറുന്നതായിട്ട് തോന്നാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ഉള്ളിൽ വരയ്ക്കുന്ന ലൈന് ഫസ്റ്റത്തേനെക്കാട്ടിയും രണ്ടാമത്തെ സ്ക്വയറിൽ വരയ്ക്കുമ്പോൾ കുറച്ച് താഴ്ത്തി വരയ്ക്കുക. ഇനി നടുവിൽ ഹാഫ് പോർഷനായിട്ട് മാത്രമേ നമ്മൾ അശോകചക്രം വരയ്ക്കുന്നുള്ളൂ. ഇനി കളറിങ്ങിലേക്ക് വന്നാൽ ആദ്യം നിങ്ങൾ ഓറഞ്ച് കൊടുക്കാതെ റെഡ് കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെയാണ് നമ്മൾ ഓറഞ്ച് കൊടുക്കുന്നത്. അതിൻ്റെ ലാസ്റ്റ് വൈറ്റ് ഒന്ന് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇതാക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ട് തോന്നും. കണ്ടില്ലേ, ഞാൻ ഈ വൈറ്റ് കൊടുക്കുന്ന പോലെ അങ്ങോട്ട് കൊടുക്കുക. ഇനി അടുത്ത സെക്കൻഡിൽ നമ്മൾ കുറച്ച് ഷെയ്ഡിങ്, നമുക്കൊരു ഷെയ്ഡ് തോന്നിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ആഷ് കളറാണ് കേട്ടോ കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ വൈറ്റും കൂടിയും കൊടുത്ത് നന്നായിട്ട് ബെൻഡ് ചെയ്യുക. ഇനി അടുത്ത ഗ്രീൻ പോർഷൻ വരുമ്പോൾ ആദ്യം ഡാർക്ക് ഗ്രീന്, പിന്നെ ലൈറ്റ് ഗ്രീന്, ദെൻ വൈറ്റ്, ഇങ്ങനെ 3 കളേഴ്സും കൂടി കമ്പൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആ റിയലിസ്റ്റിക് ഫ്ലാഗിൻ്റെ ആ പാറുന്ന ആ ഒരു ഫീല് കിട്ടും. ഇനി നടുവിലത്തെ അശോകചക്രം ഞാൻ പെന്ന് യൂസ് ചെയ്തിട്ടാണ് വരയ്ക്കുന്നത്. അതുപോലെ ആ ഒരു ഫ്ലാഗ് നിൽക്കുന്ന ആ ഒരു വടി ഞാൻ യെല്ലോ കളർ കൊടുക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ സ്കൂളിൽ പോയിട്ട് നിങ്ങൾക്ക് ഫ്ലാഗ് വരയ്ക്കാൻ അറിയില്ല എന്നൊന്നും പറയരുത്. നേരത്തെ പോലെ വരയ്ക്കലേ, ഇതുപോലെ വരച്ച് നിങ്ങളെല്ലാവരും ഫസ്റ്റ് പ്രൈസ് തന്നെ മേടിക്കണം. അപ്പോൾ ഈ ഇൻഡിപെൻഡൻസ് ഡേക്ക് ഫസ്റ്റ് പ്രൈസ് വാങ്ങാൻ എല്ലാവരും റെഡിയല്ലേ?